ഇന്റർപോൾ അങ്ങനെയാണ് നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കുറ്റവാളികൾ രാജ്യം വിട്ടു പോയാലും ഇന്റർപോൾ ഇനി തിരിച്ചു കൊണ്ടുവരും എന്നുള്ളതാണ്. പക്ഷേ ഇനി ഇന്റർപോൾ വേണ്ട എന്നാണ് അമിത്ഷായുടെ പുതിയ തീരുമാനം. അതിന് പകരം ഭാരത് പോൾ, നമ്മൾ ഈ കെ അരി കെ ഫോൺ എന്നൊക്കെ പറയുന്നത് പോലെ ഇനി ഭാരത് പോൾ മതി എന്നാണ് അമിത്ഷാ പറയുന്നത്. എന്താണ് ഇതിൽ BJP മുന്നോട്ട് വെക്കുന്ന ഒരു ലക്ഷ്യം? അല്ല, BJP മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും ഭാരതവൽക്കരണം, ഹിന്ദുവൽക്കരണം എന്നുള്ളതാണ് ആത്യന്തികമായി. ഇപ്പോൾ ഇന്റർപോൾ എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഒരു കോടതിയാണ്. ശരി, ഒരു രാഷ്ട്രത്തിൽ നിന്ന് കുറ്റം ചെയ്ത് അവൻ മറ്റൊരു രാഷ്ട്രത്തിലേക്ക് ചാടിയാൽ അവനെ ആ രാഷ്ട്രത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും അതുപോലെ നിയമത്തിന് വിധേയമാക്കാനും വേണ്ടി അന്താരാഷ്ട്ര തലത്തിൽ രൂപം കൊണ്ടിരുന്ന ഒരു സംവിധാനമാണോ. സാധാരണക്കാരൻ്റെ ഒരു ഭാഷയിൽ അത്രയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ അതിന് പകരമായിട്ട് ഇനി അവരുടെ സഹായമൊന്നും വേണ്ട. ഇന്ത്യയിൽ നിന്ന് ഒരു പ്രത്യേക സംഘം ഇന്ത്യയിൽ നിന്ന് പുറത്തിയാടി പോകുന്നതിനൊക്കെ പിടിച്ചുകൊണ്ടിരാനായിട്ടുണ്ടാവും. അതിൻ്റെ പേരാണ് ഭാരത് പോൾ എന്ന് അമിത്ഷാ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ശരിയായ സമീപനമാണ് എന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യക്ക് എന്തെല്ലാം പറഞ്ഞാലും ഇന്ത്യക്ക് അകത്ത് മാത്രമാണ് ഇന്ത്യയുടെ പട്ടാളത്തിനെയും അതേപോലെ തന്നെ ഇന്ത്യയുടെ അധികാരത്തെയും ഇന്ത്യയുടെ പോലീസുകാരെയൊക്കെ ഉപയോഗിക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ പുറത്തേക്ക് ഒരു രാഷ്ട്രത്തിലേക്ക്, ഇപ്പോൾ റഷ്യയിലേക്ക് അല്ലെങ്കിൽ ചൈനയിലേക്ക് ഒരാൾ, ഇവിടെ കുറ്റവാളിയായ ഒരാൾ ചാടിപ്പോയി എന്നിരിക്കാം. അവിടെ പോയിട്ട് ഈ അമിത്ഷായുടെ ഭാരത് പോളിനെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്ന് നമ്മളുടെ സാമാന്യ ബുദ്ധി പരിശോധിച്ചാൽ സാധ്യമല്ല എന്ന് എനിക്ക് വന്നു. അപ്പോൾ നമ്മുടെ സാമാന്യ യുക്തിക്ക് നിരക്കാത്ത തരത്തിലുള്ള കാര്യങ്ങൾ പറയുകയും കയ്യടി നേടുകയും ചെയ്യുക എന്ന് പറയുന്ന ലക്ഷ്യത്തോടു കൂടി ആകണം യഥാർത്ഥത്തിൽ അമിത്ഷാ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നതെന്ന് തോന്നണം. നേരത്തെ തന്നെ നമ്മളുടെ നീതിന്യായ വ്യവസ്ഥയെ ഒക്കെ ഭാരതവൽക്കരിച്ചു. അങ്ങനെ എല്ലാ തരത്തിലും നമ്മൾ ഈ ഭാരതവൽക്കരണം നടപ്പിലാക്കുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കണം ഇന്റർപോൾ വേണ്ട, ഭാരത് പോൾ മതി എന്ന് പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ നേരത്തെ ഇന്റർപോളുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ശേഖരിച്ചിരുന്നത് CBI മാത്രമായിരുന്നു. എന്നാൽ ഇനി മുതൽ ഭാരത് പോൾ പോർട്ടലിലൂടെ ഈ സേവനം സംസ്ഥാന പോലീസ് സേനകൾ ഉൾപ്പെടെയുള്ള രാജ്യത്തെ എല്ലാ അന്വേഷണ ഏജൻസികൾക്കും ലഭ്യമാകും. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി പറയുന്നത്. ഇത് എത്രത്തോളം പ്രാവർത്തികമാകും? ഭാരത് പോൾ എന്ന് പറയുന്ന സംവിധാനം വരുമ്പോഴേ അതിന് തീർച്ചയായിട്ടും ഇന്ത്യയിൽ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് കഴിയും. എല്ലാ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന അന്വേഷണങ്ങളെക്കുറിച്ചുള്ള വിവരം മുഴുവൻ ഈ പോർട്ടലിലേക്ക് കൊടുക്കുകയും അങ്ങനെ ഒരു ഇന്ത്യക്കകത്ത് വളരെ വ്യാപകമായിട്ടുള്ള തോതിൽ ഈ എല്ലാ സംസ്ഥാനങ്ങളുടെയും കുറ്റവാളികളെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കൈമാറാനുള്ള സംവിധാനമായിട്ട് അത് മാറും. അത് നല്ലത് തന്നെയായിട്ട് ഞാൻ കണക്ക്. പക്ഷേ ഇന്റർപോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലല്ലോ നമ്മളിപ്പോൾ കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്റർപോൾ എന്ന് പറയുന്നത് ലോകവ്യാപകമായി നടക്കുന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും ആ കുറ്റവാളികളെ ആവശ്യമായിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യുന്നുള്ള സംവിധാനമാണ്. അതിന് പകരമായാലൊരിക്കലും ഭാരത് പോൾ എന്ന് പറയുന്നത് അങ്ങനെയാണോ ഇവർ കണക്കാക്കുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. ഭാരത് പോൾ എന്ന് പറഞ്ഞ ഒരു സംവിധാനം ഉണ്ടാക്കാം, പക്ഷേ അതൊരിക്കലും ഇന്റർപോളിന് പകരമാവില്ല. പക്ഷേ എല്ലാം ഭാരതീയവൽക്കരിക്കുക, ഇപ്പൊ നമ്മൾ കേരളത്തിൽ കാണുന്നത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ തമാശക്കാണ് അത് പറയുന്നതിലും കെ ഫോണ് എല്ലാം ഈ കെയുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്നത് പോലെ ഇതും ഭാരതവൽക്കരിക്കുക എന്നുള്ള ഒരു രീതിയിലേക്കാണോ ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഈ നീക്കം? ഇന്റർപോൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ തന്നെ ഇങ്ങനെ അതിശയത്തോടെ പറയുന്നതാണ്, അത് ഇന്റർപോൾ അന്വേഷിച്ചോളും. അപ്പൊ ഇനി അത് ഭാരത് പോൾ അന്വേഷിച്ചോളൂ എന്ന് പറയുന്ന രീതിയിലേക്ക് ഇനി ഇന്റർപോൾ വേണ്ട, ഭാരത് പോൾ മതി. CBI മാത്രമല്ല, ഇതിന്റെ കാര്യങ്ങളെല്ലാം സംസ്ഥാനത്തെ പോലീസ് സേനകൾക്കും ലഭ്യം. ഇത് എത്രത്തോളം ഈ വിദേശത്തൊക്കെ കടന്നു പോകുന്നവർക്ക്, ഇവിടെ കുറ്റം ചെയ്തിട്ട് വിദേശത്തേക്ക് പോകുന്നവരെയും ഭാരത് പോൾ വഴി നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. പക്ഷേ അത്തരം ഒരു ഭാരതീയവൽക്കരണത്തിന്റെ ആവശ്യകതയുണ്ടോ ഈ അന്വേഷണ ഏജൻസികളിലൊക്കെ? അല്ല, ഭാരതവൽക്കരണം എന്ന് പറയുന്നത് അത് BJPയുടെയും RSSൻ്റെയും ഒരു പോളിസിയാണ് ശരിക്കും പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പേര് മാറ്റുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഇതുകൊണ്ട് ഒരിക്കൽ പോലും ഇന്റർപോൾ ചെയ്യുന്നതായിട്ടുള്ള ജോലികൾ ഈ ഭാരത് പോൾ ചെയ്യും എന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. അങ്ങനെ അവർ ഉദ്ദേശിക്കുന്നുണ്ടാവില്ല. അവർക്ക് ഇതെല്ലാം ഭാരതവൽക്കരിച്ചു എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള, കേരളത്തിലെല്ലാം കെ എന്ന് പറയുന്ന, അപ്പം കെ ഫോൺ എന്നൊക്കെ പറയുന്നത് അങ്ങനെ വരുന്നതാണ്. അതുകൊണ്ട് അവരെ കളിയാക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കെ എന്ന് പറയുന്നതായിട്ടുള്ള പ്രയോഗം നടത്താറുണ്ട്. അതായത് കേരളവൽക്കരണം, മറ്റത് ഭാരതവൽക്കരണം.
ഇതൊക്കെ ഈ അടുത്ത കാലത്ത് ഉയർന്നു വന്നിരിക്കുന്ന ഒരുതരം രോഗമായിട്ട്, മനോരോഗമായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. കാരണം അതിൻ്റെ ആവശ്യമില്ല. ചില പേരുകളൊക്കെ വേണമെങ്കിൽ മാറ്റുന്നത് നമുക്ക് ന്യായീകരിക്കാം, അംഗീകരിക്കാം എന്നുള്ളതാണ്. അതങ്ങനെ തന്നെ മാറ്റട്ടെ എന്ന് നമുക്ക് കരുതാവുന്നതാണ്. പക്ഷേ അതിന് പകരമായിട്ട് എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യും എന്ന് പറയുന്നത് ഒരു പ്രത്യേക മനോനിലയുടെ പ്രശ്നമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ട കാര്യമുള്ളൂ. അതിൽ കൂടുതൽ ഒരു പ്രാധാന്യം അതിൻ്റെ അകത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പേര് മാത്രമേ മാറുന്നുള്ളൂ, മറ്റൊന്നും മാറുന്നില്ല. അതൊക്കെ പഴയ പോലെ തന്നെയാണ്. ഇന്ത്യയിൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത് അതേപോലെയൊക്കെ തന്നെയാണ് പേര് മാറ്റിയാലും ഇതിൽ സംഭവങ്ങൾ നടക്കുന്നത്. കേരളത്തിൽ എങ്ങനെയൊക്കെയാണോ നടക്കുന്നത് അതൊക്കെ തന്നെയാണ് ഇവർ കെ ഫോൺ എന്ന് പറഞ്ഞു കൊണ്ടുവന്നാലും. അതേപോലെ തന്നെ മറ്റേതെങ്കിലും രീതിയിൽ ഈ കേരളവൽക്കരണം നടത്തിയാൽ അതൊക്കെ അങ്ങനെ നവകേരളം എന്നൊക്കെ ഒരു സംഭവമില്ല, പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഇങ്ങനെ പേര് മാറ്റുക എന്ന് പറയുന്നത് ഭരണാധികാരികളുടെ തുഗ്ലക് പരിഷ്കാരത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ കണക്കാക്കേണ്ടതുള്ളൂ. അതിനപ്പുറത്ത് അതിനൊരു പ്രാധാന്യമില്ല. കുറേ കഴിഞ്ഞ സമയത്തിന് ഒട്ടും പ്രാധാന്യം ഉണ്ടാവില്ല. കാരണം എന്താ? കാരണം ഈ ലോകത്തിൻ്റെ ഒരു നേച്ചർ, അതിൻ്റെ സ്വഭാവം എന്ന് പറയുന്നതിന് വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നതായിട്ടുള്ള പ്രതിഭാസം അത് ഏതാണ്ട് ലോകത്തെ മുഴുവനായിട്ടും ഗ്രസിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ തുടക്കകാലത്ത് ഉയർന്നു വന്ന ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് തിങ്ക് ഗ്ലോബലി ആക്ട് ലോക്കലി എന്നായിരുന്നു. നിങ്ങൾ ആഗോളമായി ചിന്തിക്കുകയും പ്രാദേശികമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. എന്നുവെച്ചാൽ നമ്മൾ ആഗോള പൗരനായി മാറുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വലിയ തരത്തിൽ മൈഗ്രേഷൻ നടക്കുന്നത്. നമ്മുടെ രാജ്യത്ത് നിന്ന് നിരവധി ആളുകൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പോയി അവിടുത്തെ പൗരന്മാരായിട്ട് മാറിത്തീരുന്നുണ്ട്. അവർ അവിടുത്തെ പൗരന്മാരെന്നല്ല പറയുന്നത്, ഞങ്ങൾ ആഗോള പൗരനാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്ലോബൽ സിറ്റിസൺഷിപ്പിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് ഉയർന്നു വരുമ്പോൾ കുറേ കഴിഞ്ഞ സമയത്ത് ഈ ദേശീയത എന്ന് പറയുന്നതിന് ഉള്ള പ്രസക്തി പോലും നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോഴാണ് നമ്മളുടെ ഇവിടെ ദേശീയതയും പ്രാദേശികതയും, ദേശീയതയാണ് ഭാരതവൽക്കരണം, പ്രാദേശികതയാണ് കേരളവൽക്കരണം എന്ന് പറയുന്നത്, ഇതിങ്ങനെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിന് ഒരു പരിധിവരെയൊക്കെ ശക്തി ഉണ്ടാവും എന്ന് ഞാൻ കണക്കാക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഇപ്പോൾ മലയാളിയാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും, നമ്മളെക്കുറിച്ച് വലിയ അഭിമാനം കൊള്ളുന്നവരായിരിക്കും. അത് മനുഷ്യൻ്റെ ഒരു ഈഗോസെൻട്രിക് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ മറ്റൊരു തരത്തിലുള്ള പ്രതിഫലനമായിട്ട് നമുക്ക് കണക്കാക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളൊക്കെ ഈഗോസെൻട്രിക്കാണ്. ഞാൻ എന്ന് പറഞ്ഞാണ് ഞാൻ നടക്കുന്നത്. എല്ലാ മനുഷ്യരും അങ്ങനെ അവരവരെക്കുറിച്ച് കൂടുതൽ സംസാരിച്ച് അവരവരെ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്തെ പല രാഷ്ട്രീയ നേതാക്കന്മാരും വൈകുന്നേരം സമയത്തൊക്കെ ബ്രഷും അതുപോലെ തന്നെ ചായ എടുത്തും അതിൻ്റെ അടുത്ത് പോയിട്ട് ബാഹുലയൻ സിന്ദാബാദ് എന്ന് ബാഹുലയൻ തന്നെ എഴുതും. അതാണ് ശരി. അപ്പോൾ ആ രീതിയിലാണ് നമ്മളുടെ ഈ കാര്യങ്ങൾ നടക്കുന്നത്. അതിൻ്റെ ഒരു വശം എപ്പോഴും ഉണ്ടാവും. പക്ഷെ അത് വലിയ ഒരു തലത്തിൽ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അതൊരിക്കൽ പോലും കാറ്റ് പിടിക്കാനുള്ള സാധ്യതയില്ലാത്ത ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഹിന്ദു രാഷ്ട്രം BJPയുടെ ഒരു അജണ്ടയാണെന്ന് പലരും പറയുന്നു. ഈ ഭാരതവൽക്കരണത്തിലൂടെ അതാണോ BJP ലക്ഷ്യം വയ്ക്കുന്നത്? അല്ല, ഹിന്ദു രാഷ്ട്രവൽക്കരണത്തിൻ്റെ ഭാഗമാണ് ഭാരതവൽക്കരണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇന്ത്യ എന്ന് പറയുന്ന വാക്ക് തന്നെ നമ്മളിനി ഉപയോഗിക്കേണ്ട, പകരം ഭാരത് എന്ന് ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ ഭാരതം എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ ഇത് രണ്ടും ഒരേപോലെ പ്രയോഗിച്ചിരുന്നതാണ് എന്ന് നമുക്കറിയാം. അതിൻ്റെ ഉൽപ്പത്തിയും അതിൻ്റെ അന്വേഷണങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല ഞാൻ നോക്കിയിട്ട്. കാരണം അതൊക്കെ പലരും അതത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് എതിരാളികൾ പറയുന്നത് എങ്ങനെയാണ് ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന പ്രയോഗം വന്നത്, ഇന്ത്യ എന്നത് എങ്ങനെയാണ് എന്തൊക്കെ പറഞ്ഞ് വലിയ തരത്തിൽ പ്രഭാഷണങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. എന്ത് കാര്യമാണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? നമുക്കറിയാം പ്രായോഗികമായിട്ടുള്ള ജീവിതത്തിനകത്ത് ഇന്ത്യ ലോകത്ത് മുഴുവനും അറിയപ്പെടുന്നത് ഇന്ത്യ എന്ന നിലക്കാണ്. നമ്മളത് ഒരുപാട് രാഷ്ട്രങ്ങളുടെ പേര് മാറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ്. വേണമെങ്കിൽ അത് മാറ്റാം. ഇപ്പോൾ നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന പ്രയോഗം സമ്പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അടുത്ത തലമുറ കണക്കാക്കുന്നത് എന്തായിരിക്കും? ഭാരതം എന്ന് തന്നെയായിരിക്കും. പക്ഷെ അതുകൊണ്ടൊക്കെ എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്? പ്രത്യേകിച്ചൊരു നേട്ടവും അതുകൊണ്ട് ഉണ്ടാകുന്നില്ലേ? ഈ പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട്, അവരുടെ ഒരു പ്രാമാണികത്വം സ്ഥാപിച്ചെടുക്കുക എന്നതിനപ്പുറം അതിൽ പ്രസക്തമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെന്ന് കരുതേണ്ടതില്ല. കാരണം ലോകത്തിൻ്റെ ഡയമെൻഷൻ മാറുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇന്ന് നമ്മുടെ ലോകത്തിൻ്റെ ഈ സ്വഭാവ സവിശേഷതകളൊക്കെ മാറുമ്പോൾ ഈ നാഷണലൈസേഷൻ അല്ലെങ്കിൽ ദേശീയവൽക്കരണം അല്ലെങ്കിൽ ദേശവാദം എന്ന് പറയുന്നത് എത്രമാത്രം പ്രസക്തമായിട്ട് പോകാൻ സാധ്യതയുണ്ട് എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. കാരണം നമ്മൾക്കിന്ന് തന്നെ വലിയ തരത്തിൽ നമ്മുടെ പഴയ കാലത്തൊക്കെ നമ്മൾ ഈ നമ്മുടെ തലച്ചോറ് ചോർച്ച എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ടായിരുന്നു. അതിപ്പോൾ വളരെ കൂടുതലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി കഴിഞ്ഞതിന് ശേഷമുള്ള കാലഘട്ടത്തിൽ
നമ്മളുടെ ഇൻ്റലക്ച്വൽസ്, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, ശാസ്ത്രജ്ഞന്മാർ അവരൊക്കെ മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർത്ത് അങ്ങനെ പോകുമ്പോൾ നമുക്ക് വരുന്ന വലിയ ലോസ് ഉണ്ട്. ആ ലോസ് അതാണ് തലച്ചോർ ചോർച്ച എന്ന് പറയുന്ന സാധനം. അതിപ്പോഴും യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ യുവാക്കൾ ബഹുഭൂരിപക്ഷം ഇങ്ങനെ മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അങ്ങനത്തെ ഒരു സംഭവം വ്യാപകമായി മാറിയാൽ പിന്നെ ദേശീയത എന്ന് പറയുന്നതിന് കാര്യമായിട്ടുള്ള പ്രസക്തി ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ഞാൻ പറയുമ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം. അമേരിക്കയിൽ ട്രംപ് അധികാരത്തിലേക്ക് തിരിച്ചു വരുന്നത് അവിടെ ഇല്ലാതിരുന്നതായിട്ടുള്ള ഒരു അമേരിക്കൻ ദേശീയതയെ ശക്തിപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്ന ഒരാളാണ് താനെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ്. അപ്പോൾ രാഷ്ട്രീയത്തിൽ അതിൻ്റെ പ്രാധാന്യം അങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ കണക്കാക്കേണ്ടതില്ല. പക്ഷേ പൊതുജീവിതത്തിൽ അതിൻ്റെ പ്രസക്തി കുറേ കൂടി കുറയാനാണ് വരാൻ പോകുന്ന കാലത്തിന് സാധ്യത. കാരണം ഈ മൈഗ്രേഷൻ ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്.